ആ കുഴിയിൽ വീണ് നീ ഒടുങ്ങിപ്പോകില്ല. പിന്നെ അതേക്കുറിച്ചാണ് ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമല്ലേ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുവാൻ പറഞ്ഞൊരു ഉറപ്പ് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഇന്നലകളിൽ സംഭവിച്ചതുപോലെ അവർ കുഴിച്ച ആ കുഴിക്കകത്ത് വീണ് നീ തകരില്ല, നീ നശിക്കത്തില്ല. വീണ്ടും അതുപോലെ നരകിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, പാസ്റ്റർ ഏതാണ് കുഴി? ജോലി സ്ഥലത്ത് കൂടെ ജോലി ചെയ്യുന്നവർ ഒരുക്കിയ ആ കുഴിയുണ്ടല്ലോ, നീ പോലും അറിയാതെ നിന്നെ ചാടിച്ച നല്ല എംപ്ലോയിയാണ് നീയേ. നിന്നെക്കുറിച്ച് അവർക്ക് പറയാൻ ഒരു കുറ്റവുമില്ല. നിനക്ക് ജോലി തന്ന സ്ഥാപനത്തിലെ മേലധികാരികൾക്ക്, HR-ന്. പക്ഷേ കൂടെ ഉള്ളവർ തന്നെ നീ ചില ഇടങ്ങളിൽ എത്തപ്പെടുമെന്ന് കണ്ട്, ചില സ്ഥാനങ്ങൾ നിനക്ക് ഉണ്ടാകുമെന്ന് കണ്ട്, നീ അവരെക്കാൾ ഉയരുമെന്ന് കണ്ട് അസൂയയോടെ അവർ കുഴിച്ച കുഴി അറിയാതെ വീണുപോയി. വീണില്ലേ? ഇന്നതാ തൊഴിൽ ദിനങ്ങളില്ല, അവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയായി. അർഹതപ്പെട്ട സ്ഥാനം അത് അകലെയാണ്. വേറെ പലരും ആ സ്ഥാനങ്ങളിലൊക്കെ കയറിയിരുന്നു. ആണേ സഹോദരി, കൂടെ നിൽക്കേണ്ടവരെ കയ്യിലെടുത്ത് ശത്രു കുഴിച്ച കുഴി, നീ പോലും അറിയാതെ നീ പറഞ്ഞു പോയതിനൊക്കെ നിനക്ക് വിരോധമായി നിരത്തി വച്ച് നിന്നെ കുഴിയിൽ ചാടിച്ചു. ഭർത്താവ് പിണങ്ങി, ഭർത്താവിൻ്റെ വീട്ടുകാർ പിണങ്ങി, ബന്ധുക്കൾ പിണങ്ങി, വലിയൊരു പ്രശ്നത്തിനകത്ത് കിടന്ന് നരകിച്ച ആ അവസ്ഥയുണ്ടല്ലോ, അതിനി ആ അവസ്ഥ ഇനി ഉണ്ടാകത്തില്ല. ഇപ്പോഴും കുഴിയുണ്ട്, നിനക്കറിയാം. എങ്ങനെ എന്നെ ചാടിക്കാമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുക അല്ലേ? മക്കളെ എങ്ങനെ ചാടിക്കാം, ചില കൂട്ടുകെട്ടുകളിൽ പെടുത്തി അവരെ എങ്ങനെ അവരുടെ വിദ്യാഭ്യാസത്തെ തകർത്ത് അവരുടെ ഭാവിയെ ഇരുളിലാക്കി അവരുടെ ജീവിതത്തിൽ നല്ലത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നല്ലത് സംഭവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് ദേശത്തിലെ മന്ത്രവാദികളെയും ആവിചാരകന്മാരെയും ക്ഷുദ്രപ്രയോഗകന്മാരെയും കൂട്ടുപിടിച്ചൊരുക്കുന്ന കുഴികൾ. അതെ, രോഗത്തിനടിപ്പെടുത്തി തകർത്ത് കളയുവാൻ, നശിപ്പിക്കണം, അതേ വാശിയോടെ കുഴിച്ച കുഴികൾ. ആ കുഴികളിൽ പതിവ് പോലെ ഇനി നീ വീഴത്തില്ല. തെളിവ് വേണ്ടേ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പിന്നെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അവർ ഗുഹയുടെ അടിയിൽ എത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ച് അവരുടെ അസ്ഥികളെ ഒക്കെയും തകർത്ത് കളഞ്ഞു. അവിടെ കുഴിക്കപ്പെട്ടൊരു കുഴി. ആർക്ക് വിരോധമായി? ഭക്തനായ ദാനിയേലിന് വിരോധമായി. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ തന്നെ തൻ്റേതല്ലാത്ത ദേശത്ത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദാനിയേൽ. ചിലർ വിചാരിക്കും ചുമ്മാ ദാനിയേൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു. 1-ാം അധ്യായം 1 മുതൽ താഴേക്ക് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം തന്നെ നിങ്ങൾ വായിച്ചു വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ചുമ്മാതൊന്നും ആരും അനുഗ്രഹിക്കപ്പെടത്തില്ല. ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അതിന് പിന്നിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട്. നിങ്ങളുടെ അവസ്ഥ കണ്ട് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കും, പാസ്റ്റർ ഞാൻ വലിയ കഷ്ടതയിലാണ്, എൻ്റെ ജീവിതം, എൻ്റെ അവസ്ഥ പരിതാപകരമാണ്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളുടെ ദുരവസ്ഥ കണ്ട് പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ ദൈവം. മറിച്ച് നിങ്ങളുടെ വ്യവസ്ഥയിൽ പ്രസാദിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദാനിയേൽ ഒപ്പമുള്ള 3 സ്നേഹിതന്മാർ ശദ്രക്, മേശക്, അബേദ്നെഗോ, അവർ ദൈവസന്നിധിയിൽ അവരുടെ അവസ്ഥയെ മുൻനിർത്തിയല്ല അനുഗ്രഹങ്ങൾ പ്രാപിച്ചത്. ദൈവസന്നിധിയിൽ അവർ വ്യവസ്ഥയോടെ നിന്നു. വ്യവസ്ഥയോടെ ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ദൈവസന്നിധിയിൽ നീ നിൽക്കുമെങ്കിൽ നിശ്ചയമായും ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതേ, നീ ഇന്നായിരിക്കുന്ന അതേ സ്ഥലത്ത് ശത്രുക്കൾ ചുറ്റുമുള്ള യാതൊരു അനുകൂലതയും നിനക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്തിടത്ത് നിശ്ചയമായും ദൈവം നിന്നെ അനുഗ്രഹിക്കും. അവിധത്തിൽ ദൈവത്താൽ ദാനിയേൽ അനുഗ്രഹിക്കപ്പെട്ടു. സ്വാഭാവികമായിട്ടും അവിടെ ശത്രുക്കൾ എഴുന്നേറ്റു. അവിടെയുള്ളവർ ശത്രുക്കളായി മാറി. ഞാൻ വിശ്വസിക്കുന്നു ഒപ്പമുള്ളവരും അവർക്ക് എത്തിപ്പെടുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ ദാനിയേൽ എത്തിയതുകൊണ്ട് ശത്രുക്കളായി മാറി. അവരെല്ലാം ചേർന്നൊരു കൂട്ടുകെട്ടുണ്ടാക്കി ദാനിയേലിനെ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കി. നോക്കൂ, ഇവിടെ ദാനിയേലിൻ്റെ ശത്രുക്കളെ ദൈവം അവരൊരുക്കിയ പദ്ധതിയിൽ തകർത്ത് കളഞ്ഞതായി കാണുവാനായിട്ട് കഴിയും. നോക്കൂ, അവരൊരുക്കിയ പദ്ധതി എന്താണ്?
ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം തന്നെ 6-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. അവർ ഒരു പദ്ധതി തയ്യാറാക്കി. ദാനിയേലിനോട് അസൂയുള്ള ജനം, ദാനിയേൽ അവിടെ സന്തോഷത്തോടെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടായിരിക്കുന്നത് കൊണ്ടൊരു പദ്ധതി തയ്യാറാക്കി. സഹോദര, നീ കടന്നുപോയ സ്ഥാനത്ത്, സഹോദരി നീ എത്തപ്പെട്ട സ്ഥാനത്ത് നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ നീ പ്രാപിച്ചവളായി മാറുമെന്ന്, അവിടെ പലർക്കും എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത സ്ഥാനമാനങ്ങൾ ദൈവത്താൽ നീ നേടിയെടുക്കുമെന്ന് തിരിച്ചറിഞ്ഞ് നിനക്ക് വിരോധമായി നിന്നെ അവിടെ തകർത്ത് കളയുവാൻ, അവിടെ ഒതുക്കി കളയുവാൻ തക്കവണ്ണം ദുഷ്ടമനുഷ്യൻ, അതേ കൂടെ ഉള്ളവർ തന്നെ ദുഷ്ടമനുഷ്യൻ കുഴിച്ച കുഴി, അല്ലേ സഹോദരി? കൂടെ ഉള്ളവർ തന്നെ നീ അവിടെ രക്ഷപ്പെടുമെന്ന് കണ്ട്, ആ കുടുംബത്തിനകത്ത് നിന്റെ പേര് ഉയരുമെന്ന്, നിന്റെ പേരിൽ ആ കുടുംബം അറിയപ്പെടുമെന്ന്, നീ അവിടെ അനുഗ്രഹിക്കപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കുഴിച്ച കുഴികൾ, തലമുറകൾ രക്ഷപ്പെടുമെന്ന് കണ്ട് അതേ കുഴി കുഴിച്ച് കാത്തിരിക്കുക, നമ്മൾ പോയി ചാടിക്കൊടുക്കുകയും ചെയ്യും. ആമേൻ. പതിവ് അങ്ങനെയാണ്. എന്നാൽ ദാനിയേൽ ചാടി ആ കുഴിക്കകത്ത് ദാനിയേലിനെ എടുത്തിട്ടു. വചനം പറയുന്നു, എന്നാൽ ആ കുഴിക്കകത്ത് ദാനിയേലിനെ ഒടുക്കിക്കളയുവാൻ ശത്രു കണ്ടുവച്ച സിംഹത്തിന് ദാനിയേലിനെ തൊടുവാൻ കഴിയാതെ ദൈവം ദാനിയേലിനെ പരിപാലിച്ചു. ശത്രു ഒരുക്കുന്ന ഒരു കുഴിക്കും ശത്രുവിൻ്റെ ഒരു പദ്ധതിക്കും തകർത്ത് കളയുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ ദൈവം നിന്നെ പരിപാലിക്കും. സഹോദര, ആ തൊഴിലിടത്തിൽ, ആ രാജ്യത്ത് നീ തുടരുന്നതിന്, നീ പ്രാപിക്കുന്നതിന് തടസ്സമായി ശത്രു ഒരുക്കുന്ന സകല പദ്ധതികളെയും എൻ്റെ ദൈവം തകർക്കും. ഷബറിതലമാശകനെ. സഹോദരി, നിൻ്റെ കുടുംബജീവിതത്തിന് വിരോധമായി, നീ അവിടെ താമസിക്കുന്നതിന്, ആ ഭവനത്തിനകത്ത് തുടരുന്നതിന് വിരോധമായി മനുഷ്യർ ഒരുക്കുന്ന സകല പദ്ധതികളെയും പിശാചിൻ്റെ ബലത്താൽ, പിൻബലത്താൽ അവർ ഒരുക്കുന്ന സകല പദ്ധതികളെയും എൻ്റെ ദൈവം തകർക്കും. ഷബറിതലമായി ഷെഖിനെ. ശുശ്രൂഷക, നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി, അവിടെ നിന്റെ സഭ വളരുന്നതിന് വിരോധമായി, ദേശത്ത് നീ കർത്താവിൻ്റെ നാമം ഉയർത്തുന്നതിന് വിരോധമായി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശത്രു കുഴിച്ച കുഴികളെ, അമേൻ, ചില അപവാദ കേസുകളിൽ നിന്നെ പെടുത്തുവാൻ തക്കവണ്ണം ശത്രു കുഴിച്ച കുഴികളിൽ അവർ തന്നെ വീഴുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണ് അടങ്ങുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നിന്റെ ബിസിനസ്സിന് വിരോധമായി, ആ ദേശത്തിൽ നീ വളരുമെന്നും വർദ്ധിക്കുമെന്നും പ്രാപിക്കുമെന്നും കണ്ട് നിനക്ക് വിരോധമായി കുഴിച്ച ആ കുഴിയിൽ കുഴിച്ചവർ തന്നെ വീഴുവാൻ പോകുക. നീ പൂട്ടിക്കെട്ടി പോകുമെന്ന്, നീ പൂട്ടിക്കെട്ടി പോകുന്നത് കാണുവാൻ നോക്കിയിരിക്കുന്നവർ നിനക്ക് മുമ്പിൽ പൂട്ടിക്കെട്ടി താഴെ തന്ന് പോകുവാൻ പോകുക. ഓ ഷബറിതലമാശകനെ. മാതാവേ, പിതാവേ, നിന്റെ മക്കളെ കൊടുക്കുവാൻ അവർ ഒളിപ്പിച്ചു വെച്ച ആ കുടുക്കുകളിൽ അവർ കുഴിച്ചിട്ട ആ കുഴിക്കകത്ത് അവർ തന്നെ വീഴുന്നത്. ഓ റിധമ ഷെഖൻ. ആഭിചാരങ്ങളിലൂടെ, ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ, മന്ത്രവാദങ്ങളിലൂടെ കുഴി കുഴിച്ച് നിന്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തെ പകുതി വഴിയിൽ അങ്ങുവഞ്ഞ് എത്തുവാൻ കഴിയാതെ അവർ അലയുക. പഠിച്ചു, പഠനത്തിനൊത്തവണ്ണമുള്ള നല്ലൊരു ജോലിയില്ല, വിദേശ രാജ്യങ്ങളിൽ അയച്ചു, അവിടെ രക്ഷപ്പെടുമെന്ന് കരുതി, എന്നാൽ മടക്കി വരുത്തി വീട്ടിനകത്ത് ഒതുക്കിക്കൂട്ടി. അവിടെ തന്നെ എൻ്റെ കർത്താവ് നിന്റെ തലമുറയ്ക്ക് വിരോധമായി പിശാചു കുഴിച്ച കുഴിയിൽ, മനുഷ്യൻ കുഴിച്ച കുഴിയിൽ അവൻ വീണ് തകരുന്നത് നിന്നെ കാണിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ നീ അത് കാണുവാൻ പോകുക. റാത്തലമാശകനെ. നോക്കൂ, നിങ്ങൾ അറിഞ്ഞ് ഭയപ്പെടുന്നത് പോലെ ദാനിയേലും അറിഞ്ഞു, എനിക്ക് പണി കിട്ടി, എനിക്ക് വിരോധമായി അവർ കുഴി ഒരുക്കി. അപ്പോൾ ദാനിയേൽ എന്ത് ചെയ്തു? നോക്കൂ, 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ, ദാനിയേലിനെ എടുത്ത് സിംഹക്കുഴിയിൽ ഇട്ട് കളയാനേ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ വചനം പറയുന്നു, ദാനിയേൽ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി അവൻ്റെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. ദൈവത്തെ സ്തോത്രം ചെയ്തു, പ്രാർത്ഥിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ചില കുഴികളെ ഭയന്ന്, ശത്രുവിൻ്റെ ആയുധങ്ങളെ ഭയന്ന്, ശത്രു ഒളിപ്പിച്ചു വെച്ച കുടുക്കുകളെ ഭയന്ന് നിങ്ങളായിരിക്കുന്നുവോ? കേൾക്ക്, പ്രാർത്ഥിക്കുവാൻ തുടങ്ങ്. ആ കുഴിക്കകത്ത് ദൈവം നിന്റെ ശത്രുവിനെ എടുത്തിടും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിനക്ക് വിരോധമായി ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ചവൻ ആയുധം കൊണ്ട് തകർക്കപ്പെടുന്നത് നീ കാണുവാൻ പോകുക. ആ കുഴിക്കകത്ത് വിശന്ന് കിടക്കുന്ന സിംഹങ്ങളുണ്ട്. ആ സിംഹങ്ങളെ വിശപ്പിന് ഇട്ടവർ വിചാരിച്ചത് ദാനിയേൽ ആ സിംഹത്തിന് ആഹാരമായി തീരും. ആമേൻ. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ വിചാരിക്കുന്നത് നീ ആ ജോലി സ്ഥലത്ത് നിന്ന്, സഹോദരി, നിന്നോട് തന്നെ, നീ അവിടെ നിന്ന്
വാരിക്കെട്ടി പോരേണ്ടി വരും. പക്ഷേ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നീ പോരേണ്ടി വരുമെന്ന് പറഞ്ഞ് അവിടെ പദ്ധതികൾ ഒരുക്കിയവർ അവരൊരുക്കിയ പദ്ധതികളാൽ തന്നെ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് റാത്തലമ ഷെഖനെ. യേശുവിൻ നാമത്തിൽ. ദാനിയേൽ വീണപ്പോൾ വാ അടച്ചിരുന്ന സിംഹങ്ങളൊക്കെ ഇവന്മാർ വീണപ്പോൾ വാ തുറന്നു. ഇവർ താഴെ എത്തുവാൻ അവരെ അനുവദിച്ചില്ല എന്ന് നമ്മൾ ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. താഴെ വീഴുന്നതിന് മുമ്പേ അവരെ തകർത്ത് കളഞ്ഞു. എന്താ? സിംഹങ്ങൾ അവരെ തകർത്ത് കളഞ്ഞു. ഇന്ന് ഈ പകലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രവചിച്ചു പറയട്ടെ, നിനക്ക് വിരോധമായ ഒരുക്കപ്പെട്ട ആയുധങ്ങളിൽ തട്ടി നിന്റെ ശത്രു തകർക്കപ്പെടുവാൻ പോകുക. സഹോദരി, നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി എന്ത് പറഞ്ഞാണോ, എന്ത് ചെയ്താണോ, എന്ത് കാണിച്ചിട്ടാണോ നിന്നെയും നിന്റെ ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുവാൻ ശത്രു പദ്ധതി ഒരുക്കിയത്, അതേ പദ്ധതിക്കകത്ത് തന്നെ അവരുടെ കുടുംബജീവിതം തകരുന്നത് നീ കാണുവാൻ പോകുന്നു. ഷബ റിധലമ ഷെഖനെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങ്. ആമേൻ. മാതാവേ, പിതാവേ, നിന്റെ തലമുറകൾ അവരുടെ പഠനത്തിന് പൂർത്തീകരണം ഉണ്ടാകരുത്, അവരുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാകരുത്, അവർ പഠിച്ചൊരു നിലയിൽ എത്തരുത്, അവർക്കൊരു ഭാവി ഉണ്ടാകരുത്. അതിനുവേണ്ടി ചെയ്തതും പറഞ്ഞതുമൊക്കെ ഈ പറഞ്ഞവരുടെ കുടുംബത്തിനകത്ത് നിറവേറുന്നത് ഈ ദിവസങ്ങളിൽ നീയും നിന്റെ തലമുറയും നിന്റെ ദേശവും കാണുവാൻ പോകുക. അയ്യോ, ആ പാവം കൊച്ചിനെ കുറിച്ച്, നിന്റെ പെൺകൊച്ചിനെ കുറിച്ച് പറഞ്ഞത് കേട്ട് മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ, അയ്യോ അവളെക്കുറിച്ച് ആരാ ഇങ്ങനെ പറഞ്ഞേ, അവളെക്കുറിച്ച് അങ്ങനെ പറയാൻ എന്താ എന്ന് അറിഞ്ഞവർ മുഴുവനും പറഞ്ഞത്. അതെ, അവർ കൂടെ ആ നിന്റെ സങ്കടം കണ്ട്, നിന്റെ തലമുറയുടെ സങ്കടം കണ്ട് സഹിക്കുവാൻ കഴിയാത്തവർ കൂടെ നിനക്ക് വിരോധമായി പദ്ധതി ഒരുക്കിയ നിന്റെ തലമുറകളെ തകർത്ത് കളയുവാൻ, അവരുടെ വിവാഹം മുടക്കിക്കളയുവാൻ പദ്ധതി ഒരുക്കിയവർ അതേ ആയുധത്താൽ തകരുന്നത് കാണുവാൻ പോകുക. ഷബ റിധലമ ഷെഖനെ. യേശുവിൻ നാമത്തിൽ രോഗിയാക്കി തകർത്ത് കളയുവാൻ. ആമേൻ. ആ വിചാരങ്ങളിലൂടെ, ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ ആരോഗ്യത്തോടെ ബലത്തോടെ നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഒരു ദിവസം ജോലിക്ക് പോകാൻ പറ്റുമെങ്കിൽ അടുത്ത ചില ദിവസങ്ങൾ വീട്ടിനകത്ത് തന്നെ ഒതുക്കിക്കൂട്ടുന്ന അവസ്ഥ, ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല, ജോലിക്ക് പോകുവാൻ കഴിയുന്നില്ല. അவ்விധത്തിൽ ആ വിചാരങ്ങളിലൂടെ, മന്ത്രവാദങ്ങളിലൂടെ, നേർച്ച കാഴ്ചകളിലൂടെ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കിയ അതേ ആയുധത്തിൽ നിന്റെ ശത്രു തകർന്നു പോകുന്നത് കണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പോകുക. ഷബ റിധലമ ഷെഖനെ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. ശുശ്രൂഷക, ഞാൻ ആവർത്തിച്ച് ആ ദൂത് പറയട്ടെ, ചില മോശം കേസുകളിൽ നിന്നെ പെടുത്തി ആ ദേശത്തിൽ നിന്ന് നിന്നെ ഓടിക്കുവാൻ പദ്ധതി ഒരുക്കുന്ന ചില വ്യക്തികൾ അതേ കേസുകളിൽ പെട്ട് ദേശത്തിൽ നിന്ന് മാറിപ്പോകുന്നത് നീ കാണുവാൻ പോകുക. റാഥാമ ഷെഖനെ. ശത്രു കുഴി ഒരുക്കിയ ദാനിയേലിന് വേണ്ടിയാ, പക്ഷെ ദൈവം ആ കുഴി ഒരുക്കിയവർക്ക് തന്നെ ആക്കി കൊടുത്തു. ആമേൻ. ചിലർ ആയുധമെടുക്കുന്നത് നിനക്ക് വേണ്ടിയാ, ചിലർ വായ് തുറക്കുന്നത് നിന്റെ തകർച്ചയ്ക്ക് വേണ്ടിയാ. എന്നാൽ കേൾക്ക്, നിന്നെ തകർക്കുവാൻ, നിന്നെ മുടിക്കുവാൻ എഴുന്നേൽക്കുന്ന ദുഷ്ടശത്രു, അവർ മനുഷ്യരാകട്ടെ പിശാചാകട്ടെ, പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിനക്ക് മുമ്പിൽ തകർക്കപ്പെടുവാൻ പോകുക. റെഡിയാണോ? പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ കുഴി കുഴിച്ച ശത്രുവിനെ ആ കുഴിക്കകത്താക്കി അവിടെ മാനിക്കപ്പെടുവാൻ, അവിടെ അനുഗ്രഹിക്കപ്പെടുവാൻ, അവിടെ നിനക്കൊരു അനുഗ്രഹമുണ്ട്, അവിടെ നിനക്കൊരു മാന്യതയുണ്ട്, അവിടെ നിനക്ക് പ്രാപിക്കലിൻ്റെ, ദൈവത്താൽ പ്രാപിക്കലിൻ്റെ അനുഭവമുണ്ട്. പ്രഷർ ഫാമിലിക്കൊപ്പം അത് സാധ്യമാണ്. കൂട്ടായ്മയിലൂടെ, നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, അതെ, ദൈനംദിനമായി പ്രാർത്ഥനയിലൂടെയും വചന സന്ദേശത്തിലൂടെയും ശക്തിപ്പെടുവാൻ പ്രഷർ ഫാമിലിക്കൊപ്പം ആയിരിക്കുക. രാവിലെ വൈകുന്നേരം ലൈവായി നമുക്ക് ഒരുമിച്ച് വചന ശുശ്രൂഷയ്ക്കൊപ്പം ആയിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും അവസരമുണ്ട്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകൾക്കൊപ്പം ചേർന്ന് മുന്നേറുവാൻ, ശക്തി പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ അവസരമുണ്ട്. സ്പെഷ്യൽ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ തന്നെ നിങ്ങൾക്ക് അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തോ, കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധനയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കോൺടാക്ട് ചെയ്തോ. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്ക്. പ്രാപിക്കേണ്ടത് പ്രാപിക്കാം. ഒരു കുഴിയും, അതെ, ഒരു കുഴിയിലും നീ ഒടുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ, അങ്ങ് നൽകിയ ഉറപ്പിന് മുൻപിൽ ഇവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഭയപ്പാടെല്ലാം വിട്ടുമാറട്ടെ. മനുഷ്യനും പിശാചും ഇവർക്ക് വിരോധമായി കുഴിച്ച കുഴികളിൽ അവരുടെ ശത്രുക്കൾ തന്നെ, കുഴി കുഴിച്ചവൻ തന്നെ വീണ് തകരുന്നത് കണ്ട് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗം ഇവർക്ക് അങ്ങ് അവസരം നൽകണമേ. ഇവരിന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളും മാറിപ്പോകട്ടെ. തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർ യേശുവെ അനുഗ്രഹിക്കപ്പെട്ട ജോലി സാഹചര്യങ്ങൾ ഒരുക്കി നൽകി മാനിക്കണമേ. തൊഴിലിടത്തിൽ ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. തൊഴിൽ
സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹവുമായി തീരട്ടെ. ഒപ്പം നിന്ന് ഇവരെ തകർത്ത് കളയുവാൻ അവിടെ നിർത്താതെ വണ്ണം പദ്ധതികൾ ഒരുക്കുന്ന ദുഷ്ടമനുഷ്യരുടെ മധ്യത്തിൽ ഇവരെ അങ്ങ് മാനിക്കണമേ കർത്താവേ. ശത്രുക്കളുടെ ലജ്ജിക്കും വിധത്തിൽ സ്വർഗം ഇവരെ അങ്ങ് ഉയർത്തണമേ. ഇവർക്ക് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ ഇവർ പ്രാപിക്കട്ടെ. പ്രൊമോഷനുകൾ ഇവർക്കുണ്ടാകട്ടെ കർത്താവ്. സാലറി വർധനവുകൾ ഉണ്ടാകട്ടെ. ഇവർ പ്രാപിക്കേണ്ടത് പ്രാപിച്ച അപ്പൻ്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം സ്വർഗമങ്ങ് സഹായിക്കണം. ഇവരുടെ വളർച്ചയ്ക്കും വിശാലതയ്ക്കും വിരോധമായി മനുഷ്യനും ദുഷ്ടപിശാച് ചേർന്നൊരുക്കുന്ന എല്ലാ പദ്ധതികളും യേശുവിൻ നാമത്തിൽ ഇന്ന് തകർക്കപ്പെടുന്ന രോഗികളാക്കുവാൻ തക്കവണ്ണം ഇവരുടെ മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന പൈശാചിക വ്യാപാരങ്ങളെ സ്വർഗമങ്ങ് തകർക്കണമേ. ആഭിചാരങ്ങളാലും ക്ഷുദ്രപ്രയോഗങ്ങളാലും നേർച്ച കാഴ്ചകളാലും വെളിപ്പെട്ട് നിൽക്കുന്ന എല്ലാ രോഗമണ്ഡലങ്ങളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറട്ടെ. ഡിപ്രഷനുകൾ മാറട്ടെ. ആശുപത്രിയിൽ തന്നെ തളച്ചിടുന്ന മണ്ഡലങ്ങൾ മാറിപ്പോകട്ടെ. ജോലിസ്ഥലത്ത് ആരോഗ്യത്തോടെ തുടരുവാൻ കഴിയാത്ത വിധത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന എല്ലാ ബലഹീനതകളും മാറിപ്പോകട്ടെ കർത്താവ്. കുടുംബജീവിതങ്ങൾക്കകത്ത് സമാധാനം ഉണ്ടാകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. സംശയ രോഗങ്ങൾ മാറിപ്പോകട്ടെ. കലഹ കാരണമായി മാറുന്ന ചില ദുഷ്ടമനുഷ്യരുടെ നാവുകളെ ഞങ്ങൾ ശാസിക്കുന്നു, ബന്ധിക്കുന്നു കർത്താവ്. ദൈവഹിതമല്ലാത്ത ആരുടെ ഇടപെടലുകൾ കുടുംബങ്ങൾക്കകത്തുണ്ടാകുവാൻ അനുവദിക്കരുത്. മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ അഴിഞ്ഞു മാറട്ടെ. കുടുംബങ്ങൾക്കകത്ത് കലഹവും കലക്കവും ഇട്ട് വെല്ലുവിളിക്കുന്ന കുടുംബത്തിനകത്തെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും അഴിഞ്ഞു മാറട്ടെ. ദുഷ്ടൻ്റെ ആയുധങ്ങൾ തകർക്കപ്പെടട്ടെ. ദുഷ്ടൻ്റെ ആലോചനകൾ നിർവീര്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ സ്വർഗ്ഗം അങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. തലമുറകൾ അവരുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ. വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ. മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഭാരപ്പെട്ടായിരിക്കുന്ന മാതാപിതാക്കൾ ഒഴിഞ്ഞ കരങ്ങളെ സ്വർഗ്ഗം അങ്ങ് നിറയ്ക്കണമേ. അവർക്ക് മുമ്പിൽ വഴികളെ തുറന്നു കിട്ടട്ടെ. നല്ല അഡ്മിഷനുകൾ ലഭിക്കട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു വരട്ടെ. വിദേശ രാജ്യങ്ങൾ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ തടസ്സങ്ങളും മാറട്ടെ. വിസ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. യേശുവേ അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ കർത്താവ്. ഇവർ വാഗ്ദത്തം പ്രാപിക്കട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാടക വീടുകളെന്ന നിരാശ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെ അങ്ങയുടെ നാമത്തിൽ സാധ്യമായി തീരട്ടെ. സ്വർഗം കനിയണം യേശുവേ. അങ്ങ് ഇവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ അപ്പാ. പലിശക്കടങ്ങളും ജപ്തി നടപടികളും നീങ്ങിപ്പോകട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവരോട് സ്വർഗം അങ്ങ് കൂടിയിരിക്കണമേ. എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും സ്വർഗം അങ്ങ് ഒരുക്കി നൽകി മാനിക്കും. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.